ബാർക്കോഴയിൽ ബിജു രമേശിന്റെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കെ ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണം വേണ്ട എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. നിലവിലെ അന്വേഷണത്തിന്റെ ഭാഗമായി ബാബുവിനെതിരായ പരാതിയും അന്വേഷിക്കാനാണ് നീക്കം. നിലവിലെ അന്വേഷണത്തിൽ ബാബുവിനെതിരായ മൊഴിയും ഉൾപ്പെടുത്തും. അഴിമതി നിരോധന നിയമപ്രകാരം ബാബുവിനെതിരെ വിജിലൻസിനോ പോലീസിനോ കേസെടുക്കാമെന്ന നിയമസാധുത നിലനിൽക്കെയാണ് വിജിലൻസിന്റെ പുതിയ നീക്കം. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണം വേണ്ടതില്ല എന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചു. നിലവിലുള്ള അന്വേഷണത്തിന്റെ തന്നെ ഭാഗമായി കെ ബാബുവിനെതിരായ മൊഴിയും അന്വേഷിക്കാനാണ് വിജിലൻസ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ തീരുമാനമടങ്ങിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷണ സംഘം കൈമാറി. ഒരു കേസിൽ 2 FIR പാടില്ല എന്ന TT ആന്റണി കേസ് മാനദണ്ഡമാക്കിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. 1988 അഴിമതി നിരോധന നിയമത്തിലെ 7ാം വകുപ്പ് അനുസരിച്ച് പൊതുപ്രവർത്തകനായ മന്ത്രി ആരിൽ നിന്നെങ്കിലും പണമോ പാരിതോഷികമോ വാങ്ങുന്നത് 5 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. എന്നാൽ ആഭ്യന്തരമന്ത്രി തന്നെ കെ ബാബുവിനെ കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കെ ബാബുവിനെതിരെ കേസെടുക്കുന്നത് അവിവേകമാകുമെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബിജു രമേശിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമാനമായ മറ്റൊരു മൊഴി ഉണ്ടാകുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാനും വിജിലൻസിനാവില്ല. ഇത് വിജിലൻസിനെ ധർമ്മസങ്കടത്തിലാക്കുന്നു. വരും ദിവസങ്ങളിൽ നിയമോപദേശമടക്കം തേടിയ ശേഷമാവും ബാബുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വിജിലൻസ് കൈക്കൊള്ളുക. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കെ ബാബുവിനെതിരെ കേസെടുക്കണമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ആന്റണി രാജു. ബിജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബാബുവിനെതിരെ വിജിലൻസ് കേസ് എടുക്കേണ്ടതാണെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും ആന്റണി രാജു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അല്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്തി എന്നുള്ളത് കൊണ്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ മാണിസാറിന്റെ കേസുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു കേസെടുക്കത്തക്കതിയുള്ള യാതൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനം ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UPയുടെ കേസിന്റെ ന്യായം പറഞ്ഞുകൊണ്ടാണ് മാണിസാറിനെതിരെ FIR എടുത്തത്. അതായത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്താൽ, ഒരു ആരോപണം ഉണ്ടായാൽ അതിന്റെ ന്യായാന്യായങ്ങൾ നോക്കാതെ, തെളിവ് പരിശോധിക്കാതെ, അതിന്റെ സത്യസന്ധത നോക്കാതെ തന്നെ, അതിന്റെ വെറാസിറ്റി നോക്കാതെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് ലളിതകുമാരിയുടെ കേസുമായി ബന്ധപ്പെട്ട് ലളിതകുമാരി കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി മാണിസാറിനെതിരെ എടുത്ത FIRനെ ന്യായീകരിക്കുവാൻ വേണ്ടി നിയമസഭയിൽ വായിച്ച പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. വിജിലൻസ് കള്ളക്കളി കളിക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കെ ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. മാണിയെയും ബാബുവിനെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. RSSകാർ കൊലപ്പെടുത്തിയ CPM പ്രവർത്തകൻ വിനോദന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ വിജിലൻസ് കള്ളക്കളി നടത്തുകയാണ് ചെയ്തത്. ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മന്ത്രിമാരായതുകൊണ്ട് വിജിലൻസ് ഈ മന്ത്രിമാരെ സഹായിക്കാനാണ് ഈ മൊഴി അവർ വാങ്ങാതിരുന്നത്. എന്നാൽ മാധ്യമങ്ങൾ നിയമാനുസൃതമായി അപേക്ഷ കൊടുത്ത് ആ മൊഴി ശേഖരിച്ചു. യഥാർത്ഥത്തിൽ വിജിലൻസ് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കെ ബാബുവിനെ പ്രതി ചേർത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. കെ മാണിയും കെ ബാബുവും മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ടൊരു അന്വേഷണം നടത്തണം. ഈ 2 മന്ത്രിമാരും രാജിവെക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ 2 പേരെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. വിജിലൻസിന് ബിജു രമേശിന്റെ CRPC 164 മൊഴിപ്പകർപ്പ് ലഭിച്ചിരുന്നില്ല എന്ന ചെന്നിത്തലയുടെ വാദം കളവാണെന്ന് വ്യക്തമായി. ഇന്നലെ 11:30 മൊഴിപ്പകർപ്പ് വിജിലൻസിന് നൽകാൻ കോടതി ഉത്തരവിറങ്ങിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് 4:30 വഞ്ചിയൂർ കോടതിയിൽ മൊഴിപ്പകർപ്പ് വാങ്ങുകയും ചെയ്തു. ചെന്നിത്തല ഇന്നലെ വൈകിട്ട് പറഞ്ഞത് വിജിലൻസിന് മൊഴി ലഭ്യമല്ലെന്നായിരുന്നു. കൈരളി പീപ്പിളിന്റെ വാർത്ത സ്ഥിരീകരിച്ച് രമേശ് ചെന്നിത്തല. ബിജു രമേശിന്റെ CRPC 164 മൊഴി പുറത്തു വരുന്നത് ഇന്നലെ ഉച്ചയോടെയാണ്. എന്നാൽ ഇന്നലെ രാവിലെ 11:30 തന്നെ വിജിലൻസിനും ബന്ധപ്പെട്ട മറ്റ് കക്ഷികൾക്കും മൊഴിപ്പകർപ്പ് നൽകാൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4:30 വിജിലൻസ് സംഘം വഞ്ചൂർ കോടതിയിൽ നിന്ന് മൊഴിപ്പകർപ്പ് കൈപ്പറ്റുകയും ചെയ്തു. തുടർന്ന് 1.5 മണിക്കൂറിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ചെന്നിത്തല ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. വിജിലൻസിന്റെ ആവശ്യപ്രകാരമാണ് 164 എടുത്തത്. ആ 164 എടുത്ത സാഹചര്യത്തിൽ ആദ്യം വിജിലൻസിന് അപേക്ഷ കൊടുത്തിട്ട് ആദ്യം കൊടുക്കേണ്ടത് വിജിലൻസിനാണ്. കൊടുക്കാതെ എങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല. അതിനെ അന്വേഷിക്കേണ്ട കാര്യമാണ്. വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്ക് രേഖ കിട്ടാതെ അതേ സംബന്ധിച്ച് ഒരു തീരുമാനവും വിജിലൻസ് എടുക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന് കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ട ചെന്നിത്തല ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷം മൊഴിപ്പകർപ്പ് ലഭിച്ചതായി സ്ഥിരീകരിച്ചു. അപ്പോൾ ഇന്നലെ 4 മണി വരെ വിജിലൻസിന് അത് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജിലൻസിന് ഈ പെറ്റീഷൻ കിട്ടിയില്ല, ഇതെങ്ങനെയോ മറ്റുള്ള ആളുകൾക്ക് മാധ്യമങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്.
പക്ഷെ വൈകുന്നേരം ആയപ്പോൾ വിജിലൻസിന് അത് പരാതി കിട്ടിയിട്ടുണ്ട്. വിജിലൻസിൽ നിന്നാണോ മൊഴിപ്പകർപ്പ് ചോർന്നതെന്ന് അറിയുന്നതിനായി ചെന്നിത്തല ഇന്റലിജൻസ് റിപ്പോർട്ടും തേടിയിരുന്നു. ചോർന്നത് വിജിലൻസ് മുഖാന്തരമല്ലെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. മൊഴിപ്പകർപ്പ് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസിനൊപ്പം അഭിഭാഷകരും ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ഈ ഹർജിയിൽ തീരുമാനമെടുത്താണ് CRPC 164 സ്റ്റേറ്റ്മെന്റ് ബന്ധപ്പെട്ടവർക്ക് നൽകാൻ കോടതി തീരുമാനിച്ചത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ UAPA ചുമത്തരുതെന്ന് CPM-ഉം RSS-ഉം ആവശ്യപ്പെട്ടു. കണ്ണൂരിലെ സർവകക്ഷി സമാധാന യോഗത്തിലാണ് ആവശ്യം. കണ്ണൂർ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ CPM BJP നേതാക്കളുമായി ബുധനാഴ്ച തിരുവനന്തപുരത്ത് ചർച്ച നടത്തുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് സർവകക്ഷി സമാധാന യോഗം കലക്ട്രേറ്റിൽ വിളിച്ചു ചേർത്തത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ KC ജോസഫ്, KP മോഹനൻ, കളക്ടർ ബാലകിരൺ, DIG ദീനേന്ദ്ര കശ്യപ്, ADGP ഹേമചന്ദ്രൻ, SP ഉണ്ണിരാജൻ, ഉത്തരമേഖല ADGP N ശങ്കർ എന്നിവർ സംബന്ധിച്ച യോഗത്തിൽ ജില്ലയിൽ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള ഏകകണ്ഠമായ തീരുമാനമെടുത്തു. ഈ മാസം 29-ന് ബുധനാഴ്ച സംസ്ഥാനതലത്തിൽ BJP, RSS, CPIM നേതാക്കളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും ജില്ലയിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കമുള്ള പോലീസ് സേനയെ വിന്യസിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. അടുത്ത 29-ാം തീയതി ബുധനാഴ്ച സംസ്ഥാന തലത്തിൽ CPM-ൻ്റെയും BJP, RSS-ൻ്റെയും നേതാക്കളുടെ യോഗം ഞങ്ങൾ 3 മന്ത്രിമാർ ചേർന്ന് തിരുവനന്തപുരത്ത് വിളിക്കുന്നതാണ്. ദ്രുതകർമ്മ സേന ഉൾപ്പെടെയുള്ള പോലീസ് സന്നാഹങ്ങളെ കണ്ണൂർ ജില്ലയിൽ വിന്യസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടിൽ സമാധാനാന്തരീക്ഷം സ്ഥാപിക്കാൻ പൂർണ്ണമായും സഹകരിക്കുമെന്ന് CPIM നേതാവ് MV ജയരാജൻ യോഗത്തിൽ പറഞ്ഞു. അതേസമയം പ്രതികൾക്കെതിരെ UAPA ചുമത്തരുതെന്നും UAPA ഭരണകൂട ഭീകരതയാണെന്നും RSS നേതാവ് വത്സൻ തില്ലങ്കേരി യോഗത്തിൽ പറഞ്ഞു. UAPA ചുമത്താൻ സർക്കാർ നിർബന്ധിതരാവുകയാണെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. യോഗത്തിൽ MLA-മാരായ TV രാജേഷ്, C കൃഷ്ണൻ, ജെയിംസ് മാത്യു, KM ഷാജി, CPIM നേതാക്കൾ MV ജയരാജൻ, KP സഹദേവൻ, M സുരേന്ദ്രൻ, P ഹരീന്ദ്രൻ, കോൺഗ്രസ് നേതാവ് K സുരേന്ദ്രൻ, BJP നേതാവ് K രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചിറ്റാരിപ്പറമ്പിൽ കൊല്ലപ്പെട്ട CPIM പ്രവർത്തകൻ പ്രേമൻ വധക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രേമന്റെ അമ്മയും സഹോദരിമാരും ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ റാലിക്കിടെ കർഷകൻ ആത്മഹത്യ ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. BJP ദില്ലി ഘടകത്തിന്റെ നേതൃത്വത്തിൽ ദില്ലി പോലീസ് ആസ്ഥാനത്തേക്കും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെജ്രിവാളിന്റെ വസതിയിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. മരിച്ച കർഷകൻ ഗജേന്ദ്ര സിംഗിന്റെ കുടുംബത്തിന് ദില്ലി സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. അതേസമയം തന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി AAP സർക്കാരാണെന്ന ആരോപണവുമായി ഗജേന്ദ്ര സിംഗിന്റെ മകൾ രംഗത്തെത്തി. ദില്ലിയിൽ ഇന്നലെ ഉണ്ടായ കർഷക ആത്മഹത്യയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. BJP നേതൃത്വമാണെങ്കിൽ അത് കെജ്രിവാളിനെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. കർഷകന്റെ ആത്മഹത്യക്ക് കാരണക്കാരനായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുക, കർഷകന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, ആം ആദ്മി നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയുടെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് ആസ്ഥാനത്തിന് മീറ്ററുകൾക്കപ്പുറം മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡുകൾ മറികടന്ന് മുന്നേറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പ്രവർത്തകർ ദില്ലി കൃഷിമന്ത്രി അസീം അഹമ്മദ് ഖാന്റെ വസതിക്ക് മുമ്പിലും പ്രതിഷേധിച്ചു. നഗരം മുഴുവൻ പ്രകടനമായി നീങ്ങിയ പ്രവർത്തകരെയും നേതാക്കളെയും മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അരവിന്ദ് കെജ്രിവാളിന്റെ സിവിൽ ലൈനിലെ ഔദ്യോഗിക വസതിയിലേക്ക് രാവിലെ 10 മണിയോടെയാണ് 100-ലേറെ വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പോലീസ് ഉയർത്തിയ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നേറാൻ പ്രവർത്തകർ ശ്രമിച്ചത് ചെറിയ സംഘർഷത്തിനിടയാക്കി. കർഷകന്റെ മരണത്തിൽ പ്രതിഷേധം വ്യാപകമാകുമ്പോൾ രാജസ്ഥാനിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ആത്മഹത്യ ചെയ്ത കർഷകന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. മരിച്ച കർഷകന്റെ കുടുംബത്തിന് ദില്ലി സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചു. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് AAP നേതാക്കളുടെ മൊഴിയെടുക്കും. അതേസമയം സംഭവത്തെക്കുറിച്ച് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗും പോലീസ് കമ്മീഷണർ BS ബസിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ട് വിശദീകരണം നൽകി. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം വിജേഷ് നടുവിൽ. SSLC ഫലപ്രഖ്യാപനത്തിന് അപാകതകൾ പരിഹരിച്ചുകൊണ്ടുള്ള പുതിയ ഫലം നാളെ വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്ന് DPI. SSLCയുടെ പുതിയ ഫലപ്രഖ്യാപനം ഉണ്ടാകില്ലെന്നും DPI അറിയിച്ചു. 54 മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരശേഖരണം പൂർത്തിയായി. തൃശൂർ പൂരത്തിന് കൊടിയേറി. പാറമേക്കാവ് ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. തുടർന്ന് തിരുവമ്പാടി ക്ഷേത്രത്തിലും കൊടിയുയർന്നു. കൊടിമരത്തിന്റെ പാരമ്പര്യാവകാശികൾ ഭൂമിപൂജ നടത്തിയ ശേഷം കൊടിക്കൂറ ചാർത്തി ദേശക്കാർ ഉപചാരപൂർവ്വം കൊടിയുയർത്തി. ഘടകപൂരങ്ങളുടെ ക്ഷേത്രങ്ങളിലും ഇതോടൊപ്പം കൊടിയുയർന്നു. 29-നാണ് തൃശൂർ പൂരം. ജാതി രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകി കോൺഗ്രസ്. ഇനി മുതൽ ഇന്ത്യൻ പൗരന് കോൺഗ്രസിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ സ്വന്തം ജാതി വെളിപ്പെടുത്തണം. കോൺഗ്രസിൽ അംഗത്വം ലഭിക്കാൻ ഓൺലൈനായി നൽകിയിട്ടുള്ള അപേക്ഷാ ഫോമിലാണ് ജാതി ചോദിക്കുന്നത്. ഇതാദ്യമായാണ് കോൺഗ്രസിൽ ഓൺലൈനായി അംഗത്വ വിതരണം ആരംഭിച്ചത്.